അണ്ണൻ ഈ പടത്തിലൊരു കൂലിയായിട്ടാണ്. അപ്പൊ എനിക്ക് ഷർട്ടിന് മേൽ ഷർട്ട് ഇടാല്ലേ? അണ്ണ ഇത് എന്റെ പടമാണ്, അപ്പൊ അണ്ണന്റെ സ്ഥിരം പരിപാടികളൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻട്രോ സീനിൽ കണ്ടെയ്നറിന്റെ ഡോറും പൊട്ടിച്ച് ചാടി വന്നാലോ? നല്ല കൂവലുണ്ടാവും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഇതൊരു പ്രോപ്പർ പാൻ ഇന്ത്യൻ പടമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ, അപ്പൊ ഇത് എല്ലാ ഭാഷയിലും ഉണ്ടോ? അങ്ങനല്ല, ഇപ്പോ മലയാളത്തിൽ നിന്ന് സൗബിൻ, തമിഴിൽ നിന്ന് സത്യരാജ് സാറ്. അപ്പോ ഞാനില്ലേ? ഉണ്ട്, അണ്ണനെ കൂടാതെ സത്യരാജ് സാറ്, അതുപോലെ നമ്മുടെ തെലുങ്കിൽ നിന്ന് നാഗാർജുന സാറ്, കന്നഡത്തിൽ നിന്ന് ഉപേന്ദ്ര സാറ്, പിന്നെ ഹിന്ദിയിൽ നിന്ന് സാക്ഷാൽ അമീർ ഖാൻ. ഓ, ഒരു പാൻ ഇന്ത്യൻ രക്ഷിക്കൽ. ഐ ആം ത്രിൽഡ്. അല്ല, ഇത്രയും പേരെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ എനിക്ക് എന്നെ കാണിക്കാനുള്ള സമയം കിട്ടുമോ, അതോ എമ്പുരാനിലെ ലാലേണ്ട അവസ്ഥയാവുമോ? അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ എല്ലാ കൂലികളെയും വെച്ച് നമുക്കൊരു പാട്ട് സെറ്റ് ചെയ്യണം. പാട്ടും കൂത്തൊന്നുമില്ല, ലിയോയുടെ ക്ഷീണം എനിക്കൊന്ന് മാറ്റണം. ഓ, അപ്പൊ ബബിൾ ഗം വായിലോട്ട് തട്ടുന്നത് ഇൻട്രോയ്ക്കാണോ അതോ ഇന്റർവെല്ലിനാണോ? ഇത് ബബിൾ ഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലവാ. എന്നാ പിന്നെ ഒറ്റയ്ക്ക് ഒരു കണ്ടെയ്നർ തള്ളിക്കൊണ്ടുപോകുന്ന ഒരു സീൻ വെച്ചാലോ? വെക്കാം. എനിക്കതേ റിയലിസ്റ്റിക് ആയിട്ട് വേണം, ഡൂപ്പും വേണ്ട, VFX വേണ്ട. അല്ലേ വേണ്ട നൻപ, ദേവരയില് ആ സീൻ അങ്ങോട്ട് വർക്കായില്ല. അണ്ണ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണന്റെ സ്ഥിരം ടിപ്പിക്കൽ പരിപാടി ഒന്നുമില്ല. എന്ന് വെച്ചാ ലിയോയുടെ ഫ്ലാഷ് ബാക്ക് സീൻ നമ്മൾ കുളവാക്കിയില്ലേ, അതുപോലെ ഇത് നമ്മൾ കുളവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അപ്പൊ നൻപൻ പറഞ്ഞു വരുന്നത് ഇതിൽ പാട്ടില്ല, എന്റെ സ്ഥിരം പരിപാടികളായ ഷർട്ടിന്മേ ഷർട്ട്, ബബിൾ ഗം, പിന്നെ ഇതൊന്നും ഇല്ലല്ലേ? അതെ, ഇതെങ്കിലും എനിക്കൊരു 100% ലോകേഷ് പടമാക്കി ഇറക്കണം. ആയിക്കോട്ടെ. അതുപോലെ പറയാൻ മറന്നുപോയി, ഇതിലൊരു കിടിലം പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂജ ഹെഗ്ഡെയാ ഡാൻസ് ചെയ്യുന്നത്. എനിക്ക് നൻപനെ അറിയില്ലേ, പാട്ടില്ലെന്ന് പറഞ്ഞാലും ഒരു പാട്ട് വെക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോ പൂജ ഹെഗ്ഡെയാണോ ഇപ്പോഴത്തെ നായിക? നായികയല്ല, ഈ പാർട്ടി മാത്രമേ ഉള്ളൂ. ഓ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ സാൻഡി മാസ്റ്ററിനോട് പറയണം എനിക്ക് കുറച്ച് ടഫ് സ്റ്റെപ്സ് ഒക്കെ തരാൻ. അറബിക്കുത്തിന്റെ മുകളിൽ നിൽക്കണം. അണ്ണ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, എത്ര ടഫ് സ്റ്റെപ്സ് ആണേലും ഞാൻ ചെയ്തോളാം. അതല്ല, പിന്നെ ഈ പാട്ടില് അണ്ണനില്ല, സൗബിനാ ഡാൻസ് കളിക്കുന്നത്. അണ്ണന് ഞാനും അനിയും കൂടെ ഹുക്കും പോലെ ഒരു പാട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? സ്ലോ മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ? അല്ലണ്ണ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. സ്ഥിരം പരിപാടികൾ ഇല്ലെന്നല്ലേ? ഓർമ്മയുണ്ട്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിക്കണ്ണ. ഈ പടത്തിൽ ഞാൻ തന്നെയാണോ ഹീറോ അതോ വല്ല കമിയോ ആണോ? അതെന്നാ ചോദിക്കണ്ണ? എന്നോട് അണ്ണനക്ക് താൻ പണ്ണുവേ. അതൊക്കെ അറ്റ്ലി പണിക്കോളും. അറ്റ്ലി അല്ലു അർജുനെ പണിയിട്ട് വരട്ടെ. ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ? ഞാനിതിനകത്തൊരു കൂലിയാണ്, ബാക്കിയൊക്കെ തന്റെ സ്ഥിരം പരിപാടികളാണോ? അല്ലണ്ണ, ഇത് മെയിൻ വാച്ചാണ്. എനിക്കറിയായിരുന്നല്ലോ താൻ കറങ്ങി തിരിഞ്ഞ് ലവനകത്ത് കുത്തി കയറ്റുമെന്ന്. ആരെ? ലവൻ റോളക്സ്. അയ്യേ, അതിന് റോളക്സ് വാച്ച് കടക്കാരനൊന്നും അല്ലല്ലോ. ഈ പടം LCO പോലും അല്ല. ഞാനിതുപോലെ ആ ലിയോയിലും കേട്ടതാ. ഇതിൽ അങ്ങനെ അല്ലണ്ണ. ഞാനേതായാലും ഒരു സജഷൻ പറയാം, പറ്റത്തില്ലെന്ന് പറയരുത്. എന്താ? അറിയാമല്ലോ 2026 ഇലക്ഷന് ഞാൻ നിൽക്കുന്നുണ്ടെന്ന്. അതെ. അപ്പൊ ഈ പടത്തിൽ ഞാൻ പാൻ ഇന്ത്യ മുഴുവൻ രക്ഷിച്ചിട്ട് നേരെ വന്ന് തമിഴ്നാടിന്റെ CM ആവുന്നു. അതാണ് ക്ലൈമാക്സ്. എപ്പടി?